ദൈവത്തിന് മഹത്വം. എസ്രയുടെ പുസ്തകം 8-ാം അധ്യായം 22-ാം വാക്യം. ഞങ്ങളുടെ ദൈവത്തിൻ്റെ കൈ അവനെ അന്വേഷിക്കുന്ന ഏവർക്കും അനുകൂലമായും അവനെ ഉപേക്ഷിക്കുന്ന ഏവർക്കും പ്രതികൂലമായും ഇരിക്കുന്നു എന്ന് ഞങ്ങൾ രാജാവിനോട് പറഞ്ഞിരുന്നത് കൊണ്ട് വഴിയിൽ ശത്രുവിൻ്റെ നേരെ ഞങ്ങൾക്ക് തുണയായിരിക്കേണ്ടതിന് പടയാളികളെയും കുതിരച്ചേവകരെയും രാജാവിനോട് ചോദിപ്പാൻ ഞാൻ ലജ്ജിച്ചിരുന്നു. എസ്രയുടെ നേതൃത്വത്തിൽ പ്രവാസത്തിൽ നിന്ന് മടങ്ങി വരുന്നതായ ജനം അവരുടെ യാത്രയിൽ ദൈവത്തിൻ്റെ പ്രസാദം അവരോട് കൂടെ ഉണ്ടാകേണ്ടതിന് അവർ ഉപവാസവും പ്രാർത്ഥനയും കഴിക്കുകയും ദൈവത്തോട് അവർ ഉടമ്പടി ചെയ്ത് യാചന കഴിക്കുകയും ചെയ്തിരുന്നു. അവരുടെ ഉപവാസത്തിൻ്റെയും പ്രാർത്ഥനയുടെയും ആത്മീയ താല്പര്യങ്ങളുടെയും വിശ്വാസ പ്രഖ്യാപനം അവർ നടത്തി. ദൈവത്തെ അന്വേഷിക്കുന്നവർക്ക് ആ ദൈവത്തിൻ്റെ കരം അനുകൂലമാണ്. ദൈവത്തെ ഉപേക്ഷിക്കുന്ന ഏവർക്കും ആ ദൈവത്തിൻ്റെ കരം പ്രതികൂലമായിരിക്കുന്നു. ഞങ്ങൾ ദൈവത്തെ അന്വേഷിക്കൊണ്ട് ഞങ്ങൾ ദൈവിക കാര്യങ്ങളിൽ ഇടപെടുന്നത് കൊണ്ട് ദൈവത്തിൻ്റെ കരം ഞങ്ങൾക്ക് അനുകൂലമാണ്. അവരുടെ വിശ്വാസ പ്രഖ്യാപനം നടത്തി എങ്കിലും യാത്രയിൽ അവർക്ക് ശത്രുക്കളും പ്രതിസന്ധികളും ഉണ്ട് എന്ന് മനസ്സിലായപ്പോൾ അവർ ദൈവത്തോട് നിലവിളിച്ച് പ്രാർത്ഥിക്കുകയാണ്. ഞങ്ങൾക്ക് രാജാവിനോട് ചോദിക്കുവാൻ ലജ്ജയാണ്. എന്തുകൊണ്ടെന്നാൽ ദൈവത്തിൻ്റെ കാര്യങ്ങളിൽ ദൈവത്തെ സേവിക്കുന്നവർക്ക് ദൈവത്തിൻ്റെ കരം അനുകൂലമാണെന്ന് ഞങ്ങൾ പറഞ്ഞതുകൊണ്ട് ഇനി ഞങ്ങളുടെ പ്രതിസന്ധിക്ക്, ഞങ്ങളുടെ ശത്രുവിന്, വഴിയിൽ പതിയിരിക്കുന്ന പ്രതികൂലങ്ങൾക്ക് യുദ്ധം ചെയ്യേണ്ടതിന്, ശത്രുവിൻ്റെ നേരെ ഞങ്ങൾക്ക് തുണയായിരിക്കേണ്ടതിന് പടയാളികളെയോ കുതിരച്ചേവകരെയോ ഈ രാജാവിനോട് ചോദിപ്പാൻ ഞങ്ങൾ ലജ്ജിച്ചിരുന്നു. അഥവാ രാജാവിനോട് ഞങ്ങൾ എന്തെങ്കിലും മാനുഷിക സഹായം ചോദിച്ചാൽ അർത്ഥാൽ ഞങ്ങളുടെ വിശ്വാസം, ഞങ്ങളുടെ പ്രാർത്ഥന നിഷ്ഫലമെന്ന് വരും. ദൈവത്തെ അന്വേഷിക്കുന്നവർക്ക് ദൈവത്തിൻ്റെ കരം അനുകൂലമാകിയാൽ ഒരു മനുഷ്യനിലും ആശിക്കുവാനോ ആശ്രയിപ്പാനോ ചോദിക്കുവാനോ ഞങ്ങൾ താല്പര്യപ്പെടുന്നില്ല. അതുകൊണ്ട് ഈ ജനം ഉപവസിച്ച് പ്രാർത്ഥിച്ചു. ക്രിസ്തീയ ജീവിതത്തിൽ, വിശ്വാസ ജീവിതത്തിനെതിരെ, പ്രാർത്ഥന അനുഭവങ്ങൾക്കെതിരെ പലപ്പോഴും സാഹചര്യങ്ങൾ പ്രതികൂലമാകുമ്പോൾ നമ്മൾ ലജ്ജിക്കാതിരിക്കേണ്ടതിന് ദൈവത്തെ അന്വേഷിക്കുന്നവർക്ക് വേണ്ടി ദൈവത്തിൻ്റെ കരം അനുകൂലമെന്ന് മറ്റുള്ളവർ മനസ്സിലാക്കേണ്ടതിന് പ്രാർത്ഥനയിൽ മുന്നേറാം. നമ്മെ ലജ്ജിപ്പിക്കാത്ത ദൈവം അനുഗ്രഹിക്കും. ഗോഡ് ബ്ലസ് യു. ഞങ്ങളുടെ കർത്താവേ, ഇന്നത്തെ ദിവസം ഞങ്ങൾക്ക് അനുഗ്രഹമാക്കണമേ. ദൈവമഹത്വം വെളിപ്പെടുത്തണമേ. യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ.